ഇന്ന് നമുക്കൊരു അടിപൊളി ബീഫ് കറി ഉണ്ടാക്കിയല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ള കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളിയാണ്. ഇതെല്ലാം കൂടെ വെളിച്ചെണ്ണയിലിട്ട് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം. ചെറിയുള്ളി കുറച്ച് അധികം തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. എന്നിട്ട് നമുക്കിതൊന്ന് അരച്ച് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയാണ്. ഇതെല്ലാം കൂടെ നമുക്ക് ആ ബീഫിലോട്ടൊന്ന് ഇട്ട് കൊടുക്കണം. പിന്നീട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിതിൽ മല്ലിപ്പൊടി, മുളക് പൊടി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊരു പ്രത്യേക മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. നേരത്തെ അരച്ച് വെച്ച അരപ്പും കൂടെ ചേർക്കണേ. എന്നിട്ട് നമുക്കത് കുക്കറിലേക്കിട്ട് ഒരു 7-8 വിസിലൊക്കെ വരുന്നവരെ വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് സവാളയും തക്കാളിയും കൂടെ മുറിച്ച് വെക്കാം. ഇത് നന്നായി ഒന്ന് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കാം. നന്നായി വഴന്ന് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ നന്നായി വെന്ത് വന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി അത് അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത ശേഷം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറുകി വരുന്നവരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ കറിയൊക്കെ നന്നായി കുറുകി വന്ന് നല്ല അടിപൊളി ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.